സസ്പെൻസ് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ പൊളിച്ചു, പല രീതിയിൽ പൊളിഞ്ഞു. ആദ്യം തന്നെ 100th ഫിലിം എന്ന് പറഞ്ഞിവിടെ കാണിച്ചു. അത് മാത്രമല്ല, ഇവിടെ ചാക്കോച്ചനും എല്ലാവരും പറഞ്ഞു. സത്യത്തിൽ നമ്മളെല്ലാവരും അത്ഭുതം. ഷൈൻ എന്നോട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞത് ഞാൻ അഭിനയിക്കുന്ന 100ാമത്തെ സിനിമയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 32 വർഷമായി സംവിധായകനായിട്ട് ഇതുവരെ 48 സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഇവിടെ ലാലു പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. കാരണം ഈ സംവിധായകർക്ക് ഇത് ഒരു പ്രശ്നമുണ്ട്, ആക്ടേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. കാരണം അവരുടെ ഈ ഫിലിമോഗ്രാഫിയിൽ ഇങ്ങനെ എഴുതി ചേർക്കാനായിട്ട് ഒരുപാട് സിനിമ കിട്ടും. അപ്പോൾ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു, ആക്ടറായിട്ട് പല രീതിയിലുള്ള വേഷങ്ങൾ ചെയ്തു. ഇപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാനിതുവരെ ഒരു ചില സിനിമകളായിട്ടുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ ഷൈൻ ചെറുതും വലുതുമായിട്ടുള്ള ഏത് റോളും ചെയ്യും. അതിനകത്ത് യാതൊരു ഇമേജ് നോക്കലൊന്നുമില്ല. അപ്പം അതുകൊണ്ടും കൂടിയാണ് അതിൻ്റെ ഒരു സന്നദ്ധതയുണ്ടല്ലോ, എനിക്ക് കിട്ടുന്ന ഏതിനുള്ളതാണ് ഞാൻ ചെയ്യാന്നുള്ളത്. അത് കോൺഫിഡൻറ്റോട് ചെയ്യാം. അല്ല, അതെ, അതാണ് അവനെ ഓടുകയാണ്, ഓരോ പടത്തിൽ അഭിനയിക്കാൻ ഓടുകയാണ്, ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് ഷൈൻ. അപ്പോൾ നമ്മുടെ 100ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഷൈനെ സംബന്ധിച്ചുള്ള അത്ഭുതമല്ല. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്കിലൊക്കെ എന്തൊക്കെയാണ് വലിയ വലിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പെറ്റി ജൂനിയർ NTR പടത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ട് വലിയ വലിയ റോളുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടൂല, അതങ്ങ് പോകും. ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം, ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ഡയറക്ടേഴ്സായിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെക്കാൾ വലിയ സംവിധായകരായി മാറിയ ഒരുപാട് പേരുണ്ട്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അതുപോലെ തന്നെയാണ് നടന്മാർ, ഹീറോസായിട്ട്. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വന്നു. ദിലീപ് ആദ്യം ഹീറോയി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, പിന്നെ എൻ്റെ സിനിമയിൽ ഹീറോയായിട്ട് അഭിനയിച്ചു. ആ സിനിമകൾ വലിയ ഹിറ്റായി, അതൊരു ഭാഗ്യമാണ്. അതിനുശേഷം ഷൈൻ. ഇപ്പോൾ സൗബിൻ എൻ്റെ ഒരു പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് സൗബിൻ്റെ ഫാദർ ബാബ നിർമ്മിച്ച സിനിമയാണ്, ബാബു ഷാരി നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു, ഓട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ഓടി സൗബിൻ പല സിനിമകളിലും അഭിനയിച്ചു, സംവിധാനം ചെയ്ത സിനിമ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പർവാസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട്. കാരണം ആദ്യത്തെ സിനിമ തന്നെ എന്ത് മനോഹരമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പം എൻ്റെ കൂടെ പഠിച്ചതിൽ ഒരു സിനിമയുണ്ടെങ്കിൽ പോലും, കുറച്ചുള്ളെങ്കിൽ പോലും സൗബിനെ കഴിവ് വിളിച്ചു. പക്ഷേ അതിനുശേഷം സൗബിൻ രാജു രവി പോലെ വലിയ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരോട് വർക്ക് ചെയ്തു. അപ്പോൾ എല്ലാ മേഖലയിലും തിളങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കിത് എങ്ങനെ ഈ ചടങ്ങ് ഇത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം സൗബിനെ നമ്മൾ തീർച്ചയായിട്ടും ഈ 100ാം സിനിമയുടെ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ വേദിയിൽ വെച്ചിട്ട് സൗബിനോട് ആദരിക്കാന്നൊക്കെ പറഞ്ഞത് ബോർ പരിപാടിയായിരിക്കും. കാരണം അങ്ങനെയല്ല, ആദരിക്കല്ലേ, ഷൈനോടൊപ്പം നമ്മളെല്ലാവരും കൂടി പങ്കുചേരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ കിട്ടുന്നതാണ്. എൻ്റെ സിനിമയിൽ ഷൈനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ഉണ്ട് അല്ലേ, അതിലേക്കല്ലേ നമ്മൾ വരേണ്ടത്. ആദ്യം ഞാൻ അവരെയൊക്കെ വിളിക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും വിളിക്കുന്നതിന് മുമ്പ് ഷൈൻ്റെ ഡാഡിയും മമ്മിയുണ്ട്, അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചാക്കോനെയും വലിയ ടീച്ചറെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം വിവേകാനന്ദന്റെ ഈ കുടുംബത്തിലേക്ക്, കമൽ സാറിന്റെ കുടുംബത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷൈൻ ടോം ചാക്കോയുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ ചാക്കോ സാറിനെയും മരിയ ടീച്ചറെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവർ ഈ വേദിയിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. അതായത് എൻ്റെ വൈഫ് പൊന്നാനി MPS കോളേജിലെ അധ്യാപികയായിരുന്നു, ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു. വൈഫിന് ജോലി കിട്ടി. അപ്പോൾ ഞാനൊന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഞാൻ ഡയറക്ടറായിട്ടില്ല. ആദ്യം ജോലി കിട്ടി, കോളേജ് കഴിഞ്ഞ് ഇറങ്ങി നേരെ ജോലി കിട്ടുകയാണ്. പൊന്നാനി MPS കോളേജിൽ വന്ന് ഞങ്ങളൊരു വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടിൽ തൊട്ട വീടായിരുന്നു ചാക്കോ ടീച്ചർ താമസിച്ചിരുന്ന വീട്. ഷൈനത് ചെറിയ കുട്ടിയാണ്. പിന്നെ അതിനുശേഷം എനിക്ക് കുട്ടിയുണ്ടായി, ജനൂസ് മുഹമ്മദ് എൻ്റെ മകൻ. ഇവർ രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു, ഷൈനും ജനൂസും. ജനൂസിന് ഇവിടെ വരാൻ പറ്റില്ല, കാരണം ജനൂസ് ഇപ്പോൾ ഒരു തെലുങ്ക് പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, കാരണം അവർ നാളെ അവിടെ ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അവരിവിടെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ കളിക്കൂട്ടുകാരായിരുന്നു, ഷൈനും ജനൂസും ഒരുമിച്ച് കളിക്കുക, ഇവരുടെ വീട്ടിലേക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ തുടങ്ങിയ ഒരു വലിയ ബന്ധമാണ് ചാക്കോയും ടീച്ചറുമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഷൈനും 100 സിനിമ തേക്കും. അത് എൻ്റെ സിനിമയിൽ തന്നെ ആകാമെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം ഷൈൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിലൂടെ. അന്ന് നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ വന്നു. അതിനുശേഷം ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ 2011 റിലീസ് ചെയ്യുന്നത്. ഈ 2011 ശേഷം ഇപ്പോൾ 13 വർഷത്തിനുള്ളിലാണ് 100 സിനിമ തയ്ച്ചിട്ടുണ്ടെന്ന് കൂടി ആലോചിക്കും.
അങ്ങനെ ഈ വലിയ എന്താ പറയുക, ഇത് മൂന്നും ഒരു മൈൽ സ്റ്റോൺ നമ്മൾ പറയില്ലേ, ഈ മൈൽ സ്റ്റോൺ മൂന്നും എൻ്റെ സിനിമയിലായത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷൈനിനെ ഈ എന്താ പറയുക ഈ സന്തോഷം പങ്കുവെക്കുന്ന വേദിയിൽ അതിനു മുമ്പ് നമ്മൾ ക്യാമറമാരെ വിളിക്കണം, സംസാരിക്കേണ്ട വാക്ക് ടീച്ചറൊരു വാക്ക് ഒന്നുമില്ല. എല്ലാവരും അത് കാത്തിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ കുറിച്ച് നിങ്ങളുടെ എന്ത് പറയുന്നു എന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ. ഒരു വാക്ക് ടീച്ചർമാര് പറയട്ടെ എന്ന് കേട്ടോ. എല്ലാവർക്കും പ്രത്യേകമായ നമസ്കാരം. ഈ സിനിമയുടെ ഷൈനിനെ നായകനായിട്ട് ചെയ്യാൻ പറ്റിയതിന് വളരെ സന്തോഷം. എന്നെ വിളിച്ചതിന് സന്തോഷം. ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിന് കൂടുതൽ നന്ദി പറയുന്നു. ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ സിനിമ ഏറ്റവും വൈറലായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു. കമലിന്റെ പടത്തിലാണ് ഷൈൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഗദ്ദമ്മ അത് ഒന്നാമത്തെ ചിത്രം. ഇപ്പൊ 100ാമത്തെ ചിത്രമാണ് വിവേകാനന്ദ വയറിൽ, അതും കമലിന്റെ പടത്തിലാണ്. 1 മുതൽ 100 വരെ കമലിന്റെ പടത്തിലാണ് ഷൈൻ അഭിനയിച്ചിട്ടുള്ളത്. 1 മുതൽ 0 വരെ. അപ്പൊ അങ്ങനെ ഈ പടം നന്നായി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഷൈൻ സാറ് അല്ല ചാക്കോ സാർ ഇത്രയും കോമഡി പറയുമ്പോൾ പിന്നെ എങ്ങനെ ഷൈനായിട്ടും കോമഡി പറയാണ്ടിരിക്കുന്നത്? ഒരു കൈ കൊടുക്കാം. നല്ല ഇത്രയും കോമഡി അതുകൂടി ഒന്ന് പറയണ്ട. ചാക്കോ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. ഒരുപാട് തമാശകൾ പറയും. ഞങ്ങള് ഒരുപാട് അങ്ങനെ തമാശകൾ പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ തുടക്കകാലത്ത്. ഇനി നമ്മൾ അതിന് മുമ്പ് സാർ നമുക്ക് ഇന്ന് ഇവിടെ ഷൈൻ ചേട്ടനെ കുറിച്ച് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതും സാറിന്റെ മറ്റൊരു ശിഷ്യനാണ്, ഷൈൻ ചേട്ടന്റെ കൂട്ടുകാരനാണ്. ഞാൻ വേദിയിലേക്ക് മലയാള സിനിമയിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഷിഖ് അബുവിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആഷിഖിനെ ഇപ്പോൾ വിളിക്കാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. പറഞ്ഞോ സാർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വരി നേരത്തെ ലാലു പറഞ്ഞ വരി, ദിലീപ്, ലാലു, അക്കു, എബി, സലീം പടിയത്ത്, സൂര്യൻ, അങ്ങനെ ഒരു നിരയുണ്ടായിരുന്നു. ആ നിര കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ 3-4 പേരായിരിക്കും. ഇവരൊരു ടീമായി മാറും. ആ ടീമായിട്ടാണ് പിന്നീട് എല്ലാ പ്രവർത്തനങ്ങളും. ഇവർ ഒരുമിച്ച് കിടക്കുക, ഒരുമിച്ച് ലൊക്കേഷനിൽ വരിക, അങ്ങനെ പോകുന്ന ഒരു ടീമുണ്ടാവും. അങ്ങനെ ലാൽ ജോസിൻ്റെ ഒക്കെ ടീമിന് ശേഷം വന്ന ഒരു ടീമാണ് ആഷിഖ്, ഷൈന്, പിന്നെ സുഗീത്. ഓർഡിനറിയുടെ സംവിധായകൻ സുഗീത് ഉണ്ട്. സുഗീത് എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. സുഗീത് ഇപ്പോൾ സ്ഥലത്തില്ല, ദുബായിലാണ്, അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല സുഗീതിന്. പിന്നെ ഹരീഷ് ഒരുപാട് സിനിമയിൽ ഇതുപോലെ എൻ്റെ കൂടെയും അതിനുശേഷം ആഷിഖിൻ്റെയും ഒക്കെ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അവരൊക്കെ നമുക്ക് വേദിയിലേക്ക് വിളിക്കണം. അതിന് മുമ്പ് തീർച്ചയായിട്ടും ഷൈനെ കുറിച്ച് വീഡിയോ കാണുമല്ലോ. അതിന് മുമ്പ് എന്തായാലും ആഷിഖ് സാർ എന്താ പറയുന്നത് നമുക്കെന്ന് പറയാം. കൂട്ടുകാരനെ കുറിച്ച് കൂട്ടുകാരൻ എന്ത് പറയണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെയാണ്, ഇതൊരു ഫാമിലി ഫംഗ്ഷൻ പോലെ ആണ് തോന്നുന്നത്. ഔപചാരികമായിട്ടൊന്നും തന്നെ പറയാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ കമൽ സാറ് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യ സ്നേഹമാണ്. അത് എല്ലാ കാലത്തും ഓർത്ത് വെക്കാൻ പറ്റിയ രീതിയിലുള്ള മൊമെൻറ്റ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത്. ചീത്തവിളി ഓബിയസ്ലി ഉണ്ട്, അത് ഏറ്റവും അറ്റത്തെത്തുമ്പോഴേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് സ്നേഹം തന്ന് വളർത്തിയ ഗുരുനാഥന് വലിയ നന്ദി. അതുപോലെ ഷൈൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ കൂടെയാണ് വന്നത്. അതിന് ശേഷം സമീറിൻ്റെ കൂടെ പോയി. അപ്പോൾ ഷൈനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കുകയും ഇന്ന് 100 സിനിമകൾ തികഞ്ഞു നിൽക്കുന്ന ഒരു മലയാളത്തിൻ്റെ ഹീറോ ആയി മാറി. അതും സാറിൻ്റെ പടത്തിൽ തന്നെ. അത് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ ഞാൻ സംസാരിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഇമോഷണലാണ്. അപ്പോൾ സന്തോഷം സാർ. ഈ സിനിമ സാറ് എഴുതണം. എപ്പോഴും സാറിൻ്റെ സിനിമകൾ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, സാർ എഴുത്. അപ്പോൾ സാർ എഴുതിയ സിനിമയാണ്. ഉറപ്പായിട്ട് ഈ സിനിമ വലിയ വിജയം നേടട്ടെ. ഷൈനും ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്മകളും വിജയങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരു കാര്യം പറയണം. ഒന്നുമല്ല, എല്ലാവരും ഇവിടെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും, വഴക്കുറയുന്നത്. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എൻ്റെ സിനിമയിൽ അഭിനയിക്കാത്ത നായികമാരൊക്കെ പേടിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി വെച്ചിട്ടൊക്കെ.
അതിന്റെ പേരിൽ അഭിനയിക്കാതിരിക്കുന്നില്ല എന്റെ പടത്തില്. കാരണം എന്താ പറയുക, ഇത് ഒരു കൂടുതൽ ഉണ്ടാക്കി പറയുന്ന ഒരു കഥയാണ്. കാരണം ഒരു കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. സെറ്റില് എന്ത് തമാശയും പറയും, എന്ത് പറയുന്നത്. സുഖമൊക്കെ എൻ്റെ കൂടെ എത്ര പടം മറിക്കുന്ന മനോജ് പിള്ള എന്നെക്കാൾ വലിയ ചൂടനാണ്. സുഖ ഞാൻ എത്ര ചൂടായി കഴിഞ്ഞാലും ഒരു അക്ഷരം മിണ്ടില്ല, മനസ്സിലായില്ല. പക്ഷെ മനോജ് പിള്ള ഞങ്ങൾ രണ്ടുപേരും ചൂടന്മാരാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ എപ്പോൾ ചൂടാവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യലാൻ തോന്നിക്കഴിഞ്ഞാലാണ് ചൂടാവുക. എന്ത് കാര്യമായിരുന്നു ശരി. ഇപ്പം നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ പണ്ട് അതൊരു എന്ത് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട്, പണ്ട് ഞാൻ ഉണ്ണിമേരി എന്ന് പറഞ്ഞ ഹീറോയിൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഉണ്ണിമേരിക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുക. സാർ ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഉണ്ണിമേരി ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുഖത്തേക്ക് നോക്കില്ല, ഡയലോഗ് ശ്രദ്ധിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാനൊക്കെ ചീത്ത പറഞ്ഞു. അത് ഞാനന്ന് അസിസ്റ്റന്റ് ഡയറക്ടർമാരൊന്നും വലിയ നായികമാരെ ചീത്ത പറയില്ല, എല്ലാവരും എനിക്ക് അറിയാലോ. എവിടെ നോക്കിയിട്ട് ഞാൻ കുറേ ചീത്ത. സേവ് സാർ അന്തം വിട്ടുപോയി. കാരണം സേവ്മാ സാർ വളരെ സൗമ്യനായിട്ടാണ്, ഹെഡ് മാസ്റ്ററാണ് സേവ് സാറ്. സെറ്റിൽ ഒരാൾ സംസാരിക്കുക പോലും ഇല്ല, അങ്ങനത്തെ ഒരു സെറ്റാണ്. ഞാൻ ചൂടായി. അപ്പൊ അന്ന് തുടങ്ങിയാണ് ഈ ശീലം. അപ്പൊ അറ്റൻഡ് ചെയ്യല്ല, ശ്രദ്ധിക്കില്ല എന്നുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ചൂടാവുള്ളൂ. എല്ലാ സമയത്ത് ഞാൻ ചൂടാവില്ല, മുടി പറിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഗ്രേസ് അങ്ങനെ തന്നെയല്ലേ? ഓക്കെ 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 ഓക്കെ. താങ്ക് യു സാർ. സാറ് മുടി പറിക്കുന്നില്ല എന്ന് തെളിവാണ് തല നോക്കിയത്. ഓക്കെ, എന്തായാലും നമ്മൾ ഒന്നിച്ച് നമുക്ക് സാർ മലയാള സിനിമയിൽ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തവരാണ്. അപ്പൊ ഞാനത് എല്ലാവരെയും ഒരുപോലെ അത് ആദരവോടെ തന്നെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കമൽ സാറിന്റെ ശിഷ്യന്മാരായ സലീം പടിയത്ത് ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ലാൽജോൺ സാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അക്കു അക്ബറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എബി ജോസിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരീഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു കയ്യടി കൊടുക്കുക. ഇവരൊക്കെ കമൽ സാറിന്റെ ശിഷ്യഗണത്തിൽ നിന്ന് നമുക്ക് മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയുടെ കൂടെ ചീഫ് അസോസിയേറ്റ് കൂടിയായിരുന്ന നമ്മുടെ ബഷീർ കാഞ്ഞങ്ങാടിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആഷിഖ് അബു ഞാൻ ആ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സൗമിനിക്കെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സന്തോഷ് കൈതപ്രത്ത് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കൂടാതെ ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളുടെ നെഞ്ചോട് ചേർത്ത ആ സിനിമ നമുക്കറിയാം, രോമാഞ്ചം എന്ന ചിത്രത്തിലെ സംവിധായകൻ ജിത്തുവിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. കയ്യടി കൊടുക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന്. യതീന്ദ്രനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഖിലിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി വിളിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിവേകാനന്ദൻ സാറിന്റെ സ്വന്തം ശിഷ്യൻ വിവേകാനന്ദനെ കൂടി ഞാൻ വേദിയിലേക്ക് ഇവിടെ ഷൈൻ ചേട്ടനെ കൂടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ശിഷ്യഗണങ്ങൾ ആണ് സാറിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇവർക്ക് ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കണം. കാരണം ഇപ്പൊ ദിലീപേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ എല്ലാവരും കുറച്ചുപേരുകൂടി സാറിന്റെ ശിഷ്യഗണങ്ങൾ വരാനുണ്ട്. എന്തായാലും ഇവര് ചേർന്ന് സാറിന്റെ ഒരു കുടുംബമാണിത്. എനിക്ക് തോന്നുന്നു സാറ് എന്തായിരിക്കും, സാറായിരിക്കോ സംസാരിക്കുക അതോ ശിഷ്യഗണങ്ങൾ ആരെങ്കിലും ആയിരിക്കും? ഞാൻ സംസാരിക്കേണ്ട പ്രത്യേകിച്ച് അല്ല, കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഇനിയും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിലും വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാലഘട്ടത്തിലും പല ബാച്ച് ഉണ്ട്. ഇനി വരാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ എൻ്റെ ആദ്യത്തെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ വിജി തമ്പി ആയിരുന്നു. വിജി തമ്പി താഹ, പറക്കുംതലിയുടെ ഡയറക്ടർ ആയിരുന്ന താഹ, അവരൊക്കെ ആയിരുന്നു ആദ്യത്തെ സിനിമയിൽ. ഉണ്ണികളുടെ ഒരു കഥ പറയാൻ മുതലാണ് സൂര്യൻ കുരിശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഉണ്ട്. അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സൂര്യൻ കുരിശ്ശേരിയാണ്. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഏറ്റവും കൂടുതൽ സിനിമയിൽ വർക്ക് ചെയ്തത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതുപോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 25-ാം വർഷം ഞാൻ സംവിധായകനായതിനു ശേഷം 25-ാം വർഷം അല്ല വർഷം ഓർമ്മില്ല, കുറച്ച് അത് മുമ്പ് എല്ലാ അസിസ്റ്റൻസിനെയും വിളിച്ച് ലാലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളെ കൂടി ഇതിന് സമയത്ത് പറയണം. നമ്മുടെ സിദ്ദീഖ് ലാലിലെ സിദ്ദീഖ്, ഡയറക്ടർ സിദ്ദീഖ് എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. കാക്കോത്തിക്കാവിലെ സിദ്ദീഖ് കാക്കോത്തിക്കാവിലെ എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ബാബുവിനറിയാം, ബാബു ഷായറുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ഇല്ല. അത് നമുക്കൊരു വലിയ വേദനയാണ്. സിദ്ദീഖ് ഇല്ല എന്നുള്ളത് വലിയൊരു വേദനയാണ്. അന്ന് സിദ്ദീഖ് അടക്കം ദിലീപ് അടക്കം ഇവരെല്ലാവരുമുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് എന്താണ്, ഗോവിന്ദൻകുട്ടിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താണ് അതായിരുന്നു. ഞങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റേജ് ഷോ സ്റ്റുഡൻസ് ഓൺലി, അതെ ഞാൻ മറന്നുപോയി ഏതാണ്. അതിൽ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്നു. അവസാനം ഗോവിന്ദൻകുട്ടി ഒരു ചോദ്യം ചോദിച്ചു, സാർ ഇത്രയും അസിസ്റ്റൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് ചോദിച്ചു. ആ ചോദ്യം ഒരു വല്ലാത്ത പ്രശ്നമാണല്ലോ. കാരണം ഏറ്റവും ഇഷ്ടം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മുഖത്തേക്ക് എല്ലാവരും നോക്കും. ദിലീപ് എങ്ങനെ പറഞ്ഞു, എന്നെ പറഞ്ഞില്ല, എന്നെ എന്ന് പറഞ്ഞു. ഞാനിവരെല്ലാവരും നോക്കിയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ സൂര്യ കുരിശ്ശേരി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ള സൂര്യ.
കാരണം സൂര്യൻ അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ടല്ല, സൂര്യൻ എന്നുള്ള പേര് പോലെ തന്നെയാണ് ലൊക്കേഷനിൽ ഏറ്റവും ആദ്യം വരുന്നത് സൂര്യനായിരിക്കും. കാരണം ആര് വന്നിട്ടില്ലെങ്കിലും സൂര്യൻ ഫയലൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് വരും, മനസ്സിലായില്ലേ? ആ കാര്യത്തിൽ ജോലി ഇവർക്കൊക്കെ അറിയാം, എല്ലാ കാര്യത്തിലും പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എവിടെയോ ഒരു ഇതുണ്ട് എന്നെ ഒന്ന് ചീത്തയാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലും ടെൻഷൻ ആയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാണുന്നത് സൂര്യനായിരിക്കും. ഇവരൊക്കെ മുങ്ങിക്കളയും, അതുകൊണ്ട് നേരത്തെ പറഞ്ഞത്. അപ്പൊ സൂര്യൻ എന്നെ തോന്നും. അങ്ങനെ ഏറ്റവും കൂടുതൽ ചീത്തയായിട്ട് ആളല്ലാണ്ട് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് പറയുമെന്ന് പറഞ്ഞു വരും സൂര്യന്റെ. അവന്റെ സുഗീതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്, സുഗീത് ഇവിടെ ഇല്ല. അങ്ങനെ ഒരുപാട് തമാശകൾ ഞങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, എല്ലാ പടത്തിന്റെയും ഷൂട്ടിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് പാക്കപ്പ് ദിവസം ഇവരെല്ലാവരും കൂടി എന്നെ ഇമിറ്റേറ്റ് ചെയ്യും. എന്നെ മാത്രമല്ല, സെറ്റിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ദിലീപൊക്കെ മിമിക്രിയാണല്ലോ. അപ്പൊ ദിലീപ് എല്ലാവരും ഞാൻ എന്തൊക്കെ സെറ്റിൽ ചെയ്തു ഇതൊക്കെ ഞങ്ങളൊരു കൂടിയൊന്ന് കൂടുന്ന ഒരു പരിപാടിയുണ്ട്. അതിലൊരാളുണ്ടായിരുന്നു കുഞ്ഞോമ എന്നാണ് പുള്ളിയൊരു, ഇവരൊക്കെ കുഞ്ഞിക്കാന്ന് വിളിക്കുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ സിനിമയിലും ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ് പുള്ളി. എന്താണ് ആ സിനിമയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയില്ല, ഇവർക്കും അറിയില്ല. കാരണം എല്ലാം ജോലി ചെയ്യും. പുള്ളി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അഭിനയിച്ചിട്ടുണ്ട് എല്ലാ മിക്കവാറും സിനിമ, ആരുടെയൊക്കെ പടത്തിലും എല്ലാവരുടെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞോമത് ഇപ്പം നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അവരുടെയൊക്കെ വേർപാട് നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഷൈനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. ഒപ്പം ഞാൻ തന്നെ അത് പറയാനുള്ളതല്ലേ, കാരണം 3 ക്യാമറാമാരോട് ഇരിക്കുന്നത്. പ്രകാശിന് ഇതുവരെ കണ്ടിട്ടില്ലേ? ഇവിടെ ഉണ്ടോ? അവിടെ ഇല്ല. ഓക്കെ. അതുകൊണ്ടാണ്. അതായത് ആദ്യത്തെ സിനിമ ഷൈൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിലാണ്. നമ്മൾ എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറാമാനാണ് പി സുകുമാർ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരപൂർവ്വം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഷൈൻ ടോം ചാക്കോ ആദ്യമായി അസിസ്റ്റന്റ് ആയി കമൽ സാറിനോട് വർക്ക് ചെയ്ത ആ പടത്തിന്റെ നമ്മൾ എന്ന ചിത്രത്തിന്റെ ക്യാമറമാൻ. എപ്പോഴും പറയില്ല നമ്മൾ ക്യാമറാമാൻ, നമ്മൾ കണ്ണാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ കൂടെ ഒരാളാണ് പി സുകുമാർ. അദ്ദേഹത്തെ ഞാൻ നിറഞ്ഞ കൈ എടുത്തുകൊണ്ട് നമുക്ക് സുകുമാർ സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് ഗദ്ദാമ എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറാമാൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ഷൈൻ അഭിനയിച്ച ഒരു ക്യാരക്ടറിനെ ആദ്യമായിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന ക്യാമറാമാൻ മനോജ് പിള്ള. മനോജ് പിള്ളയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഭയങ്കര ചൂടാണ്. ഞങ്ങൾ രണ്ടുപേരും ആ രീതിയിൽ. ഷൈൻ ടോം ചാക്കോ ആദ്യമായി അഭിനയിച്ച ഗദ്ദാമ എന്ന ചിത്രത്തിന്റെ ക്യാമറമാനാണ് മനോജ് പിള്ളയെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈ എടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി 100ാമത്തെ സിനിമയുടെ ക്യാമറാമാൻ ക്യാമറാമാൻ പ്രകാശ് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ 3 പേര് ക്യാമറ ചെയ്ത ആൾക്കാർ എന്നുള്ള രീതിയിൽ. പിന്നെ എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും ഉണ്ട്. സാറേ, എനിക്ക് ചെറിയൊരു കാര്യം, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ഷൈൻ ചേട്ടന്റെ വളർച്ച 3 പേരും 3 രീതിയിൽ കണ്ടതാണ്. ഒന്ന് അസിസ്റ്റന്റ് ആയി വന്ന സുകുമാർ സാറിന് അറിയാം. സാർ ഒന്ന് മുന്നോട്ട് ഒരു വാക്ക്. നമസ്കാരം. ഓക്കെ, അല്ല ഷൈൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മൂവി നമ്മൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം, ഞാൻ സർപ്രൈസ് ആയത് കമൽ സാറ് 48 സിനിമകളെ ചെയ്തു തോന്നുന്നു. അതിൽ 19 പടം ഞാനാണ് ചെയ്തിരിക്കുന്നത്. അരപ്പടം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തിടയ്ക്ക് എനിക്കൊരു ആക്സിഡന്റ് ആയി, അതുകൊണ്ട് ഞാൻ പകുതി പടമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലാണ് ഷൈൻ ആദ്യം വന്നത്. അപ്പോൾ കൺഗ്രാറ്റ് ഷൈൻ, എല്ലാ ആശംസകളും. 100 സിനിമ ടൈമിലായിട്ട് സോബിൻ ഒക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ എല്ലാവരും ഒന്നിച്ച് വേദിയിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. വിവേകാനന്ദൻ വയറിൽ മാത്രമല്ല സൂപ്പർ ഹിറ്റ് പോകും. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ഗദ്ദാമ എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത്. എന്തായാലും മനോജ് സാർ എന്തെങ്കിലും പറയേണ്ടത് ഉറപ്പായിട്ടും പറയും, പ്രത്യേകിച്ച് ദുബായിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ. ഒന്നുമില്ല, ഷൈനെ പറ്റി പറയാനായിട്ട് ഒരുപാടുണ്ട് പറയാൻ. അതിലൊരു കാര്യം പറഞ്ഞാൽ മതി, അതിലൊരു കാര്യം അത് ഓർമ്മ വരുന്നില്ല. അപ്പൊ വിവേകാനന്ദൻ വൈറലാണ്, പടം 100 ദിവസം ഓടട്ടെ. ഓക്കെ, അങ്ങനെയാണ് 100ാമത്തെ ചിത്രത്തിന്റെ ക്യാമറമാൻ. എന്തായാലും സാറിന് പറയാനുണ്ടാവും എന്തെങ്കിലും? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാര്യം കമൽ സാറിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ ക്ലാസ്സും ഒരു യൂണിവേഴ്സ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്രയിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഹിറ്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റീസെൻ്റ് ആയിട്ടൊരു ഹിറ്റ് ഇല്ലാതെ ഞാൻ പടം ചെയ്തിട്ടുണ്ട്. 2017 മെക്സിക്കൻ അമ്പാർ ചെയ്തിരുന്നു, അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം റീസെൻ്റ് ആയിട്ട് ഹിറ്റ് ഇല്ലാതെ എന്നെ ട്രസ്റ്റ് ചെയ്ത് സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്ത് നമ്മുടെ ഗിരീഷ് കൊടുക്കലൂർ. അപ്പോൾ അങ്ങനെയുള്ള എന്നെ വർക്ക് ചെയ്യാനായിട്ട് സാറും ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് ആയിരുന്നു. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു സിനിമ വർക്ക് ചെയ്തതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ സിനിമ കഴിഞ്ഞപ്പോൾ. അത്
സത്യത്തിൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഈ നമുക്കറിയാം വിവേകാനന്ദൻ വൈറലാണെന്ന ചിത്രത്തിന്റെ 2 പ്രൊഡ്യൂസർമാരെ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ നസീം നെടിയത്ത് ആൻഡ് PS ശൈലരാജ്, രണ്ടുപേരെയും അതിർപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ വിവേകാനന്ദൻ വൈറലാണെന്ന ഷൈൻചേട്ടന്റെ 100ാമത് ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഒക്കെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് ഈ ചിത്രത്തിൽ പ്രവർത്തിച്ച എല്ലാവരും സാങ്കേതിക പ്രവർത്തകരും ഒക്കെ ആർട്ടിസ്റ്റുകളും ഒക്കെ ഒന്ന് പെട്ടെന്ന് വേദിയിലേക്ക് വരിക. ഇനി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാം. സാങ്കേതിക പ്രവർത്തനം വെച്ചാൽ അതിന്റെ പിന്നണിയിലൊക്കെ പ്രവർത്തിച്ചവർ, ക്യാമറയുടെ അസിസ്റ്റന്റ് ക്യാമറമാൻമാരാകാം, പ്രൊഡക്ഷനിലുള്ളവർ, ഗിരീഷട്ടാ പ്ലീസ്, പ്രൊഡക്ഷനിലുള്ളവരാകാം, ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ചിത്രത്തിൽ പ്രവർത്തിച്ച എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരിക. അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നത്, ഞാൻ തന്നെ അത് ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. കാരണം ഷൈനെ ഇപ്പം നമ്മളെല്ലാവരോടും ചേർത്ത് പിടിക്കുക എന്നുള്ള വാക്കാണ് ആദരിക്കുന്ന പറയുന്നത്. ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരുപാട് തവണ ചേർത്ത് പിടിച്ചു, അതല്ല, പിന്നെ ഷൈൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഷൈനെ ആദരിക്കാൻ ഏറ്റവും യോഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദരിക്കുന്ന വാക്കല്ല, ഷൈനെ എന്താ പറയുക, ചേർത്ത് പിടിക്കുന്നതിന് അത് വേറെ ആരുമല്ല, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിലാണ്. സിബി ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഞാനും സിബി മലയിലൊക്കെ ഒരുമിച്ച് ഞങ്ങളുടെ സിനിമ യാത്ര തുടങ്ങിയവരാണ്. ഒരേ കാലത്ത് സിനിമയിൽ വന്നാണ്. 2 വഴി കൂടി വന്നത് മാത്രമേ വഴി കൂടി വന്ന് ഞങ്ങൾ പലതവണ കൂട്ടിമുട്ടുകയും ഏകദേശം ഒരേ മനസ്സോടെ ഒരേ രീതിയിലുള്ള ഒരുപാട് സിനിമകൾ ഞങ്ങൾ ചെയ്യുകയും പരസ്പരം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്തും ഷൈൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഷൈൻ ഒരുപക്ഷെ സിനിമയിൽ ഇനി ഉണ്ടാവുമോ എന്ന് തോന്നുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഷൈനെ ചേർത്ത് പിടിച്ച് ഷൈന് വലിയൊരു അവസരം കൊടുത്ത ഒരാളാണ് സിബി മലയിൽ. ഷൈന് ഒരുപക്ഷെ ഇതിഹാസത്തിന് ശേഷമായിരിക്കും അല്ലേ ഷൈൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. ഈ സിനിമയല്ല ഷൈൻ നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ, സിബിയുടെ സിനിമയാണ്, സൈകൾ പാടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ അതും ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് സിബി പറയും ഷൈൻ്റെ സിനിമയിൽ വീണ്ടും സജീവമാക്കുകയും നായകനായിട്ട് അഭിനയിപ്പിച്ച സിബി മലയിൽ. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് സിബിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സിബിയോട് ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, സിബി അവസാനം സംസാരിക്കാൻ മതി കിട്ടും, കാരണം ഈ കാര്യങ്ങൾ പറയണമല്ലോ സിബിക്ക്. അപ്പോൾ ആദ്യം നേരത്തെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ സിബിക്ക് അത് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അവസാനത്തേക്ക് സിബിയുടെ വാക്കുകൾ എന്തായാലും 2 വാക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇവിടെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമസ്കാരം. കമൽ പറഞ്ഞതുപോലെ ഒരേ കാലഘട്ടത്തിൽ, കമലിനേക്കാൾ 1 വർഷം മുൻപാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. 39 വർഷങ്ങൾക്ക് മുൻപ് 1985 ജനുവരി 9-ാം തീയതിയാണ് ഞാൻ ആദ്യം ഒരു ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് സ്റ്റാർട്ടും കട്ടും പറയുന്നത് മുത്താനിൽ നിന്ന് ഉപയോഗിക്കും. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നല്ല ദിവസമാണിത്. സാധാരണ മലയാള സിനിമയിൽ ഒരുപാട് ഇരട്ട സംവിധായകരുണ്ട്. സിദ്ദിഖ് ലാൽ, അനിൽ ബാബു, റാഫി മുക്കാട്ടിൽ തുടങ്ങി ഒരുപാട് പേര്. അവരെല്ലാം ഒരുമിച്ച് സിനിമകൾ ചെയ്തവരാണ്. ഒരുമിച്ച് സിനിമകൾ ചെയ്യാത്ത ഇരട്ട സംവിധായകരാണ് ഞങ്ങൾ. കാരണം ഞങ്ങളെ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ഫെസ്റ്റിവലിലും പോകുന്ന 2 പേരാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിലായിരിക്കും താമസിക്കുക. ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമകൾ കാണുക, ഒരുമിച്ചാണ് യാത്ര ചെയ്യുക. അക്കാഡമിയിൽ കമൽ ചെയർമാനാകുമ്പോൾ ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് ആ യാത്രകൾ ഒന്നിച്ചാണ്. അപ്പോൾ ആൾക്കാർ എവിടെ പോയാലും തിരുവനന്തപുരം തൊട്ട് എറണാകുളവും തിരിച്ചുള്ള യാത്രകളൊക്കെ ഹോട്ടലുകളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഇവരെല്ലാവരും കാണുന്നത് ഞങ്ങളെ 2 പേരെയും. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേര് നാട്ടുകാരുടെ അല്ലെങ്കിൽ ഫെസ്റ്റിവലിൽ വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഇവർ ഇരട്ടകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ആത്മബന്ധമുള്ള സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങളെല്ലാം ഈ സിനിമയുടെ ഈ അദ്ദേഹം ചെയ്ത സിനിമകളുടെയൊക്കെ കഥകൾ ആദ്യം പങ്കുവെക്കുന്നത് ഞാനുമായിട്ടാണ്. ഈ സിനിമയുടെയും കഥ പൂർത്തിയാക്കിയ ശേഷം എന്നോടാണ് പറയുന്നത്. അത്തരത്തിൽ ഇതിൻ്റെ പൂജ, ഇതിൻ്റെ വിളക്ക്, സിനിമയുടെ വിളക്ക് കൊളുത്തിയ തുടങ്ങിയ എല്ലാ ഇതിൻ്റെ ഈ നിമിഷത്തിലും ഇതിൻ്റെ ഭാഗമായി നിൽക്കുവാനുള്ളൊരു അവസരം എനിക്കും ഉണ്ടായതിൽ വളരെ സന്തോഷം. കമൽ സൂചിപ്പിച്ചതുപോലെ ഷൈനെ വെച്ചിട്ട് ആ സിനിമയിലേക്ക് ഞങ്ങൾ റസാഖാണ് ആ സിനിമ എഴുതുന്നത്, സൈകൾ പാടുകയാണ്. അപ്പോൾ ഷൈനെയാണ് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ TV വെക്കുമ്പോൾ കാണുന്ന വാർത്ത നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഷൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് ഷൈനെ കൊണ്ടുപോകുകയുണ്ടായി. ആ സമയത്ത് എല്ലാവരും പതറി വരെ ഞാനും റസാഖുമൊക്കെ ചിന്തിച്ചത് സിനിമ നടക്കുമോ, ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ള ഘട്ടത്തിൽ. അപ്പോൾ കമലാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, സിബി ഷൈനെ ഈ സമയത്ത് കൈവിടരുതെന്ന്. ഞാൻ പറഞ്ഞു കൈവിടില്ല, ഷൈനായിരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുക.
അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഷൈനും ഷൈൻ്റെ ഡാഡിയും കൂടെ ഞാൻ പിന്നെ റസാക്കിനെ വന്ന് നേരിട്ട് കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. ആ സിനിമയിൽ ഷൈൻ തന്നെ അഭിനയിക്കും എന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു. ലൊക്കേഷനിലാണെങ്കിൽ ഷൈൻ ഒരിക്കലും ഷൈനെ നമ്മുടെ അടുത്ത് കാണില്ല. എപ്പോഴും ഞാൻ ഷൈൻ എവിടെ ഷോർട്ട് സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഷൈൻ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒരു കല്ലിൻ്റെ പുറത്തോ ഒരു തടിക്കഷ്ണൻ്റെ പുറത്തോ മാറി ഒരു നായകനോ സിനിമയിലെ നായകനോ ഒന്നും അല്ലാതെ എവിടെയെങ്കിലും പുറകിലിരിക്കുള്ളൂ. ബാസിലോട്ട് സമയം വിളിച്ചുകൊണ്ട് വരുന്നത്. ചില സമയങ്ങളിൽ ഒരു സീൻ പറഞ്ഞു കൊടുത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീനാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഇതാണ് പൊസിഷൻ, ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷൈൻ പിന്നെ മണിക്കൂറുകളോളം ലൈറ്റപ്പ് ചെയ്യുന്ന സമയം പെട്ട് അവിടെ തന്നെ ഇരിക്കും, മാറുകയില്ല. ഇത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള, ഇത്രമാത്രം പണ്ടൊക്കെ ഗോപിച്ചേട്ടനൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇതോട് കൊടിയേറ്റം ഗോപിച്ചേട്ടനൊക്കെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരെ അന്നൊക്കെ കണ്ടിരുന്നു. പക്ഷേ പുതിയ തലമുറയിൽ നമുക്ക് ആരെയും അങ്ങനെ കാണാൻ കഴിയുന്നു. പക്ഷേ ഷൈൻ ആ രീതിയിൽ ആ കഥാപാത്രത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ കഥാപാത്രമായിട്ട് മാറുന്നത് എന്നെ ഞെട്ടിപ്പിച്ച അനുഭവമാണ്. ഞാനൊരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംവിധായകരും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി ഈ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രഗത്ഭരായ ആക്ടർമാരോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞാനും കമലൊക്കെ. പക്ഷെ ആ കൂട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു പെർഫോമറെ കാണുക എന്നുള്ളതാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത്. അതിഗംഭീരമായ ഒരു പെർഫോമറാണ് ഷൈനെ ഈ 100-ാം ദിവസം, ഈ 100-ാം ചിത്രത്തിൻ്റെ ഈ വേദിയിൽ വെച്ചിട്ട് കമലിൻ്റെ തന്നെ ആദ്യത്തെ സിനിമയിൽ തുടങ്ങി കമലിൻ്റെ സിനിമയിൽ തന്നെ 100-ാം ദിവസം 100-ാം ചിത്രം അഭിനയിക്കാനുള്ള അവസരം, അത് ആഘോഷിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കിയ ഈ വലിയ സന്ദർഭത്തിൽ അതിനുള്ള മനസ്സ് കാണിച്ച കമലിന് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം. വലിയൊരു വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു സർ. ഇനി ആ ചരിത്ര നിമിഷത്തിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വിശിഷ്ടാതിഥികൾ അതുപോലെയുള്ള എല്ലാവരും ഒന്ന് ഇതിലേക്ക് കടന്നു വരിക. ഓക്കെ, നമ്മുടെ ബിജുപാലേട്ടനും ഹരിസാറും നമ്മുടെ കോംപ്രമൈസേഴ്സ് അത് മാത്രം പോലെ അവര് വേണ്ടേ? ഡാഡി മമ്മി നിങ്ങൾ ഒരിക്കലും വരും, രണ്ടുപേരും വരും. ഒരു കൈയ്യടി കൊടുക്കാൻ സൈലന്റ് ആയിട്ട് നമ്മളല്ലേ, നമ്മുടെ ഒരു ചരിത്ര നിമിഷമാണിത്. ഇവിടെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഈ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നിമിഷം സിബിസാറാണ് ആദരിക്കുന്ന, മൊമെന്റോ നൽകിയാണ് ആദരിക്കുന്നത്. സിബിസാറിന് അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഒപ്പം അപ്പച്ചനും അമ്മച്ചയും ഒന്ന് മുന്നോട്ട് വരണം. എനിക്ക് ചെറുപ്പം മുതലേ പടത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടന്ന സമയത്ത് അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ, റീൽസും. അപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങൾ, അതായത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു, മോനിഷ, വിനീത്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപ്രസംഗവും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. പൊന്നാനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടുകയാണെങ്കിലേ മത്സരിക്കുള്ളൂ. മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മളെ മോണാക്റ്റ് പഠിപ്പിച്ച്, ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവിടെ നിന്ന് പുറത്തേക്ക്. അവസാനം മലയാളത്തിൽ എന്നെ വന്ന് ചേർന്നു 9-ാം ക്ലാസ്സിൽ. അപ്പോൾ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പിന്നീട് മോണാക്റ്റ്, കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ച ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. നാടകവും. താങ്ക് യു. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക, എല്ലാവരും ഒന്ന് മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെയും കമൽ സാറിന്റെ അടുത്തേക്ക് നിൽക്കുക. എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കുക. സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ചേട്ടനെ നമ്മൾ ആദരിക്കുക. എല്ലാവരും ചേർന്ന് നിൽക്കുക. ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ
100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ ഇവിടെ രണ്ട് മലയാളത്തിന്റെ പ്രിയ സംവിധായകർ രണ്ടുപേരും ചേർന്ന് ആദരിക്കുകയാണ്. ഒപ്പം ഇനി ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സിനിമയുടെ തന്നെ രണ്ട് പ്രൊഡ്യൂസേഴ്സായ നസീം സാറിനെയും അതുപോലെ തന്നെ ഷെല്ലി സാറിനെ ക്ഷണിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് പൊന്നാട അണിയിച്ചുകൂടി ക്രിസ്ത്യനോട് ചേർന്ന് ആദരിക്കുന്നു. ഇനിയാണ് നമ്മുടെ വിവേകാനന്ദൻ നമ്മളോട് മിണ്ടാൻ പോകുന്നത്. തരതരൊന്നും മിണ്ടലല്ല. +2 പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ +2 പരീക്ഷയുടെ എക്സാം ഹോളിഡേസിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പൊ ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡില് മോണാക്ടിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ പേപ്പർ കട്ടിങ് പൊട്ടിച്ചിട്ടുള്ളൊരു സാധനം അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാക്കും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സബൂർ ആൻറ്റിയാണ്. സബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാക്കോ ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മോൻ പൊന്നാനിയിലുള്ളത്. അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്, ഞാൻ മോണാക്ടിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം. അയ്യോ സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാ. ഞാൻ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പറും തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴൊക്കെ സബൂർ ആൻറ്റിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് പറയണം. പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി. പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവാന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്നത് സാറിനെയാണ്, സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേട്ടൻ്റെ അല്ലെങ്കിൽ അക്കുചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത്. വെറുതെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്, ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിട്ട് വരുവാന്ന്. അപ്പോൾ ഞാൻ വബജി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്, പപ്പലു ആണെങ്കിൽ ഡാഡിയും മമ്മിയെന്ന്, അങ്ങനെയാണല്ലോ പിള്ളേര് വിളിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ഞങ്ങൾക്ക് ക്രാക്ക് ജാക്ക്. അപ്പൊ മനസ്സിലായി ഇത് എവിടെ വെറുതെ പറഞ്ഞ. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയേ? അതല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടും. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. അപ്പൊ ഞാനെന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് സിനിമയിൽ ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപേട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങും. കമൽ സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി, നടനായി, നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ലപരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണത്, അല്ലെങ്കിൽ നമുക്ക് ഊർജം തരുന്നത്. അങ്ങനെ കഷ്ടി ജയിച്ച് 9ാം ക്ലാസ്സിൽ മാത്രം 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നും കൂടി പഠിക്കണം, എല്ലാ രസാഗു പുസാഗു എന്നൊക്കെ കൊണ്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടല്ലോ. അപ്പൊ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ 7ാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ
ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലിൽ ആണി കുത്തി തുരുമ്പ് കയറി ആകെ പോയസനായിട്ട്, അല്ല എന്താ പറയാ, ടെറ്റ്നസ് ആയിട്ട് കിടക്കുകയാണ്, സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പയ്യനല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കണം. സാറ് സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരണം എന്താണെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് വാങ്ങി തരണം എന്ന് പറഞ്ഞു. അന്ന് അഴകിയ രാവണ റിലീസ് ചെയ്തു. പിന്നെ സാറിന്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നത് മനസ്സിലായി. അഴകിയ രാവണ അന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിയുടെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡന്റ് ആയിട്ട് നാട് കിടന്നത് കാവ്യ ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനത്തെ സീൻസും കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം. ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്തു. സാറും സുഭാവിക്ക് ചായ കുടിച്ചു. അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു, നീ പറയാനുള്ളത് പറയാൻ പെട്ടെന്ന് എന്താ പറയാനുള്ളത്, ഓട്ടോഗ്രാഫ്. അപ്പൊ സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന്ന് എഴുതി. ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെയാ, സ്നേഹപൂർവ്വം ഷൈൻ, പേര് മാറ്റും. എന്നിട്ട് സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മീനോട് മമ്മി പറഞ്ഞ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, നിനക്കല്ല അഭിനയിക്കണം. നീ പറഞ്ഞു ആഹാ. സാറ് കീറി ഇട്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ സാറ് അതുകൊണ്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്താ പരിപാടി? സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ +2 കാണാൻ പോയത്. സെബറാലിയുടെ ഫോൺ നമ്പർ വാങ്ങിയത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു, സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ നമ്പർ ഇട്ട് പോയത്. അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോ അന്ന് ഗ്രാമഫോണിന്റെ ഷൂട്ട് കിടക്കും, ദിലീപേട്ടൻ്റെയും നീരജാസിൻ്റെയും ഒക്കെ. അവിടെ ചെന്നപ്പോ പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കാണാൻ എൻ്റെ കൈയും കാലം വരയ്ക്കാൻ തുടങ്ങി. ഇതിപ്പോ ചാൻസ് വയ്ക്കണ പോലെ, മോണാക്ട് കളിക്കുന്ന പോലത്തെ പരിപാടിയല്ലല്ലോ. ഇത്രയും ആൾക്കാർ, ലൈറ്റും ബഹളവും, എൻ്റെ ഉള്ളിൽ എന്തഭിനയിക്കാനാണ്. ഞാൻ സാറിനെ നോക്കി പറഞ്ഞ സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും, ഒരു കൂട്ടം ആൾക്കാർ, എന്താന്ന് വ്യക്തമല്ല. അപ്പൊ ഞാൻ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഹൈറ്റ് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കയറി പറ്റി. നോക്കുമ്പോ ലിഫ്റ്റ് അടഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ സുഖമായിട്ട് ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാറ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ, സാറേ ഞാൻ ചാക്കോച്ചാട്ടിന്റെ മോൻ മരിയ ടീച്ചറിനെ ആനപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ, എനിക്ക് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷയല്ലേ, കാരണം പപ്പലുവിന് പരീക്ഷ എന്നുള്ളത് അറിയാം, +2 പോയി പരീക്ഷ എഴുതിട്ട് പോവാന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മി റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പ്, കാരണം അടുത്ത പടം ആവണ്ടേ, അടുത്ത പടമാകുമ്പോൾ വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണി വേണം, അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാവണം. പത്രത്തിൽ കമൽ ചിത്രം തുടങ്ങുന്നു, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ. അപ്പൊ തന്നെ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറിൽ 2 ഡ്രസ്സ് ജോഡി എടുത്ത് പോയി ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജാണ്, കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തിയപ്പോ സിദ്ധും ജിഷ്ണുവാണെന്ന് അഭിനയിക്കണത്. അവര് നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോളേജ്, +2 കഴിഞ്ഞിട്ട് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം തന്നെ കോളേജ്. ഒരുപാട് പിള്ളേരും. അപ്പൊ ഞാൻ പിള്ളേരൊക്കെ വെക്കേഷനായിട്ട് എന്തപ്പോ അഭിനയിക്കാൻ വന്നതായിരിക്കും ഇത്ര അധികം ആൾക്കാർ. അപ്പൊ നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിനെ കാണുന്നുണ്ട്. അപ്പൊ സാറ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കണം. ഇവർ രണ്ടുപേരും, സുഖമായിട്ടുണ്ട് ക്യാമറ ചെയ്യാന്ന്. അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറയ്ക്ക് ക്രെയിനിലൊക്കെ ഇരിക്കുന്നത്. രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്ത്, ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കയ്യടിയൊക്കെ ഉണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയുടെ ഒരു ഷോട്ട് എടുക്കാൻ, അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടുള്ളൂ. അപ്പൊ മനോഹരമായിട്ടല്ലേ നമ്മുടെ ക്രെയിനിലെ മനോഹരമായിട്ട് കുട പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ പാച്ചുകൾ വീഴുന്നുണ്ട് രേണുകയുടെ
അപ്പോൾ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ 2-3 ടേക്ക് കഴിഞ്ഞപ്പോൾ മനോഹരയുടെ മെല്ലാം കുട വെച്ചിട്ട് ബാക്കിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയില്ല. അപ്പോൾ സാറ് നോക്കും, ആ ഓക്കെ റെഡി അല്ലേ? അപ്പോൾ ഞാൻ ആ റെഡിയാണ്. അങ്ങനെ ടേക്ക് ഓക്കെ 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 ഫസ്റ്റ് കൊടുത്തില്ല വർക്ക് തുടങ്ങി. അപ്പോൾ തന്നെ സാറ് പാക്കപ്പും പിടിച്ചു ഓടി കാറിൽ കയറുമ്പോൾ ഞാൻ സാറേ ഞാൻ ചാക്കോ ചേട്ടൻ മലയാളി ടീച്ചറും മോൻ പൊന്നായിട്ടുള്ളത്, നീ എന്താ ഇവിടെ? അല്ല സാറ് അടുത്ത പടത്തിൽ വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു, ഞാനാണ് കുടയൊക്കെ പിടിച്ചത്. അല്ല സാറേ അപ്പോൾ പറഞ്ഞു നീ ഹോട്ടലിലേക്ക് വരാമല്ലോ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്നല്ല കേട്ടോ, താമസിക്കുന്ന ഹോട്ടൽ ലൂസി ഹോട്ടൽ, അവിടേക്ക് വന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ച് നേരമൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷനിൽ നിന്ന് സാറിനെ ഒന്ന് ഓർമ്മിപ്പിക്കും, സാറേ ഞാൻ ഇവിടെ ഉണ്ട് ചകച്ചോട്ടൻ്റെ. അങ്ങനെ സാറിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. എനിക്കറിയാം ഇത് ഒഴിവൊഴിവ് പറയാനാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട, താമസിക്കേണ്ട ചിലവൊന്നും കാര്യം ഒന്നും ആലോചിക്കേണ്ട, ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് വരാം, അമ്മയുടെ വീട് അലമാവ, പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, പിന്നെ ഒരു അധിക ചിലവും ഉണ്ടാവില്ല, ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് വന്നോളാം, എന്നെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ, ദുബായിലേക്കാ ബെർലിനിലേക്കാ സൗദിയിലേക്കാണെങ്കിൽ കഴിയും. അപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞു ആ അല്ല ഷൈന ഇപ്പം ആള് കൂടുതൽ, ഇപ്പം തന്നെ ഒരാൾ കൂടുതലുണ്ട്, ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട്, അതാണ് നേരത്തെ സൗബിൻ പറഞ്ഞ ഷംജു, നിനക്ക് വേണമെന്ന് പറഞ്ഞില്ലേ കുടുംബത്തിൽ നിന്ന്. അപ്പം അടുത്ത പടത്തിൽ സാറ് അടുത്ത പടം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, ഇങ്ങനെയൊക്കെ നിന്നോളാം സാറോ. ഒരു തരത്തിലും പോകും, കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യനും പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും. എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറ് അടുത്ത പടം വീണ്ടും പറയും വരണ്ടാന്ന്. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, സെലീം പുതിയ ആൾക്കൂടി വരുന്നുണ്ടോ ഉണ്ടോ എന്തോ സെലി. അപ്പൊ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പൊ സെലി എന്ന് പറയുമ്പോ എനിക്ക് ഞാനത് ഇത് ഏത് സെലി എന്നുള്ളത് അന്വേഷിച്ചെടുക്കണം. പിറ്റേ ദിവസം ഞാൻ വന്നു, ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുക. അതിൻ്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും, എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും, എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് നടക്കും. അത് നമ്മുടെ സുഗീത് വിചാരിച്ച് ഞാൻ ഇത് ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണെന്നാണ്, കോളേജല്ലേ അപ്പൊ ഒരേ പ്രായത്തിലുള്ള പയ്യൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പണി, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. അപ്പൊ ഞാൻ സുഗീതായിട്ട് ഞാൻ അതൊക്കെ നീ ഇവിടെ നിന്നാ മതി, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയത് വന്നത്, നീയാണ് പുതിയത് വന്നത്, നിന്നെ 2 ദിവസമായി ഇവിടെ അന്വേഷിച്ചിടണം. സാറ് സെലീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. ഓക്കെ അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാ. അന്ന് ആദ്യമായിട്ട് പെട്ടി ചോന്നത് കഥ കൊണ്ടുപോകണത് നമ്മളാന്നാ പറയാ, ഞാനും ക്ഷമിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ്. അപ്പൊ നമ്മൾ തമാശയിൽ പറയും ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്, കഥ കൊണ്ടുപോകണത് നമ്മളാ. കാരണം രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വെക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നമ്മൾ വരെ പൊന്തിച്ചിട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും കൊണ്ടുവരണം, എല്ലാവരും പെട്ടെന്ന് എപ്പോഴാ ചോദിക്കാന്ന് അറിയില്ല. അങ്ങനെ ഇതവിടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞ ഉപജയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇതുവരെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില്. അത്രയും ദൈർഘ്യമില്ല ഈ 100ലേക്ക് എത്താൻ. കാരണം ഇതിപ്പോ വന്നു എനിക്ക് 100 വയസ്സ് പോലെ ഒരു പ്രതീതിയാണ് എല്ലാവരും നിൽക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അല്ല നമ്മളിടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ 75-ാം വയസ്സ് 100-ാം വയസ്സൊക്കെ അതേപോലെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു. അറിയാത്ത ഷൂട്ടിങ് തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് നമ്മളുടെ ലൊക്കേഷൻ ഉണ്ട്. സാർ എങ്ങനെ എന്നെ എടുത്ത് ഇപ്പോഴും എനിക്കറിയില്ല, കാരണം എല്ലാവരും എടുത്ത എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതേപോലെ ഒരാളാണ് ലാൽ ജോസ് അല്ലേ? അതൊക്കെ അനുഭവങ്ങൾ പറയുന്നത് കുറേ ഉണ്ട്. ലാലു വരെ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അടുത്ത പടത്തിൽ അതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടതാണ്, പിന്നെ വന്നാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കാരണം അടുത്ത പടത്തിൽ പറഞ്ഞ് വരാമെന്ന് പറയുന്ന ട്രിക്ക് ഇനി ഇടം കൊടുക്കാതെ ഞാൻ അങ്ങോട്ട് കയറി വന്നു. അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വന്ന ആൾക്കാരാണ്. പക്ഷെ വളരെ പെട്ടെന്ന് വന്ന് ആഷിക്കാണ് തോന്നുന്നത്. ആഷിക്ക് വളരെ ഡയറക്റ്റായിട്ട് വന്നു. അങ്ങനെ കുറെ കഥകളുണ്ട്. നമ്മളെ കഥ അതല്ലാത്തതുകൊണ്ട് നമുക്ക് വിവേകാനന്ദ വയറിലാണ് തിരിച്ചു വരാം. ഏതായാലും ഇന്നത്തെ ഈ ഒരു ആഘോഷം വിവേകാനന്ദൻ വൈറലാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച്, അങ്ങനെ എല്ലാം ഇവിടെ ഒഫീഷ്യലായിട്ട് പൂർത്തിയാകുകയാണ്. വന്ന എല്ലാ വിശിഷ്ട അതിഥികളോടും പ്രത്യേകിച്ച് സാറിന്
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിബി സാർ, എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം വന്നത് സിബി സാറാണ്. ആ സാറ് ഇതിന്റെ അവസാന നിമിഷം വരെ നമ്മളോടൊപ്പം ഇരുന്നു. സാറിന് ഒരു പ്രത്യേക കൈയടി എല്ലാവരും ചേർന്ന്, വിവേകാനന്ദൻ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് കൊടുക്കണം നമ്മുടെ ഒപ്പം നിന്നതിന്. അപ്പൊ നമ്മുടെ അങ്ങനെ ഒരു മിനിറ്റ്, ഗദ്ദാമയിൽ എനിക്ക് ആദ്യം ക്യാരക്ടർ കിട്ടിയത് ഷെഫീൽ സൈഡ് പറഞ്ഞു. ഷെഫീൽ സൈഡ് നമ്മുടെ കൂടെ ഇപ്പം ഇല്ല, സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ് മാനേജറായിട്ട്, പിന്നെ കൺട്രോളറായി, പ്രൊഡ്യൂസറായി. ഷെഫീൽ സൈഡാണ് ഞാൻ ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൈൻ്റെ മുടി വളർത്തിയിട്ട് ഒന്ന് കണ്ടു നോക്കാം. അത്രയും കാലം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നു. അങ്ങനെ കിട്ടാതെ 8-9 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് ഗദ്ദാമയിൽ. അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും, അതിന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു സിബിനെ പോയി കാണണം, സിബി സാറിനെ പോയി കാണണം. സിബി സാറ് എന്നെ വെച്ച് പടം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സിബി സാറിനെ പോയി കണ്ടത്. അതിൻ്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞു സിബി സാറും റസാഖിയും ഫ്ലാറ്റിലുണ്ട്, ഫ്ലാറ്റിൽ പോയി കാണണം. അപ്പോൾ ഡാഡി പറഞ്ഞു ഫ്ലാറ്റിലാണ്, കാരണം ഫ്ലാറ്റിനാണല്ലോ എന്നെ പിടിച്ചോണ്ടാവുന്നത്. അത് ഞാൻ വന്ന് പറഞ്ഞു ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഡാഡി കുറച്ച് പേടിച്ചു. പിന്നെ റസാഖി ഉണ്ടായിരുന്നു. സിബി സാറും റസാഖിയും എൻ്റെ ഇടവും മൂലവും ഇരുന്നിട്ടാണ് ആ പടം ചെയ്ത് തീർത്തത്. റസാഖിനെ അറിയാലോ, ജീവിതം എല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുക. എൻ്റെ അടുത്ത് പറയും എടാ നീ വിഷമിക്കൊന്നുമില്ല, കുട എടുക്കാൻ മറന്ന് മഴയത്ത് പെടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ കുടയും ചൂടി നടന്നിട്ട് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നടക്കുന്നതനുസരിച്ചുണ്ടാവുന്ന ഈ വഴികളൊക്കെ, അല്ലാതെ അങ്ങനെ പ്രത്യേക വഴികളൊന്നും ഇല്ല ഈ ലോകത്ത്. ഈ രണ്ട് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയും നമ്മൾ. ഈ രണ്ട് പ്രയോഗങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കും. സിബി സാറിൻ്റെ ആണെങ്കിലും റസാഖയുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും ആയിരിക്കും എന്നെ എന്തിനാണ് ഇവർ വീണ്ടും പടത്തിൽ വെച്ച് അഭിനയിപ്പിച്ചത്. ഞാൻ ജയിലെടുക്കുമ്പോൾ ആലോചിച്ചിരുന്നത് ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് നിനക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടും, ബെസ്റ്റ് വില്ലൻ നല്ല വില്ലത്തൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചു അതാണ് നല്ലത്, അങ്ങനെ ചെയ്യാൻ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്ന പോലെ. പക്ഷെ എനിക്ക് അതിൽ ലീഡ് ക്യാരക്ടർ തന്ന് എൻ്റെ ഒപ്പം നടന്നവരാണ് സിബി സാറും റസാഖിയും. അതിൻ്റെ ഇടയിൽ സബൂറൊക്കെ എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ആ കേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എടാ നീ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതെനിക്ക് വളരെയധികം എന്താ പറയാ, കാരണം ഞാൻ സബൂറാൻറ്റിയുടെ അടുത്താണ് ആദ്യമായിട്ട് പോകുന്നത്, സാറിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ. സബൂറാൻറ്റിയാണ് ആ നമ്പർ തരുന്നത്. താങ്ക് യു.